പ്രൈസ് ദ ലോർഡ്. വെൽക്കം ടു ലേൺ ദ ബൈബിൾ. ഇന്നത്തെ ബൈബിൾ ക്യൂസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം 12. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത് എന്തിനെയാണ്? ഉത്തരം ശരീരങ്ങളെ. 12-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2. ഓരോരുത്തനും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തത് ആര്? ഉത്തരം ദൈവം. 12-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 3. ക്രിസ്തുവിൽ ഒരു ശരീരം ആകുന്നവർ ആര്? ഉത്തരം പലരായ നാം. 12-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 4. നിർവ്യാജമായിരിക്കേണ്ടത് എന്ത്? ഉത്തരം സ്നേഹം. 12-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 5. നല്ലതിനോട് പറ്റിക്കൊള്ളേണ്ടത് എന്തിനെ വെറുത്തിട്ടാണ്? ഉത്തരം തീയതിനെ. 12-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 6. അന്യോന്യം മുന്നിട്ട് കൊള്ളേണ്ടത് എന്തിലാണ്? ഉത്തരം ബഹുമാനിക്കുന്നതിൽ. 12-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 7. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം സേവിക്കേണ്ടത് ആരെയാണ്? ഉത്തരം കർത്താവിനെ. 12-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 8. സഹിഷ്ണുത കാണിക്കേണ്ടത് എന്തിലാണ്? ഉത്തരം കഷ്ടതയിൽ. 12-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 9. ആരുടെ ആവശ്യങ്ങളിലാണ് കൂട്ടായ്മ കാണിക്കേണ്ടത്? ഉത്തരം വിശുദ്ധന്മാരുടെ. 12-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 10. ശപിക്കാതെ അനുഗ്രഹിക്കേണ്ടത് ആരെയാണ്? ഉത്തരം ഉപദ്രവിക്കുന്നവരെ. 12-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 11. സകല മനുഷ്യരോടും എങ്ങനെയുള്ളവർ ആയിരിക്കണം? ഉത്തരം സമാധാനമുള്ളവരായി. 12-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 12. പ്രതികാരം ചെയ്യാതെ ഇടം കൊടുക്കേണ്ടത് എന്തിനാണ്? ഉത്തരം ദൈവകോപത്തിന്. 12-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 13. പ്രതികാരം ആർക്കുള്ളത്? പകരം ചെയ്യുന്നവൻ ആര്? ഉത്തരം കർത്താവ്. 12-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 14. ശത്രുവിന് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവന് എന്ത് കൊടുക്കണം? ഉത്തരം തിന്മാനും കുടിപ്പാനും. 12-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 15. ശത്രുവിൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുന്നവൻ ആര്? ഉത്തരം ശത്രുവിന് തിന്മാനും കുടിപ്പാനും കൊടുക്കുന്നവൻ. 12-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 16. നാം എന്തിനോട് തോൽക്കരുത്? ഉത്തരം തിന്മയോട്. 12-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 17. തിന്മയെ ജയിക്കേണ്ടത് എന്തിനാൽ? ഉത്തരം നന്മയാൽ. 12-ാം അധ്യായം 21-ാം വാക്യം. നന്ദി. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.